28 ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 28 ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അന്ന് കുടുംബ പുരാണം എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ്. അദ്ദേഹം താരതമ്യേന ജോൺസൺ മാഷേക്കാളും ജൂനിയറാണ്. അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം. നീ വേറൊരാൾ സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാസ്റ്ററെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട്. കാര്യം A.T. ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കേ A.T. ഉമ്മർ, അർജുന മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസൺ ആയിരുന്നു. അപ്പോൾ അന്നോട്ട് ജോൺസണും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ A.T. ഉമ്മറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട് റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു. ഒന്നുമില്ല, ഈ വക യാതൊരു പ്രശ്നങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചില മടിയുള്ളവരുണ്ടാവും. നമ്മൾ നോക്കുക, അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ്. അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ജോൺസൺ സംഗീതം മാത്രമാണ്. ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ്, അല്ലാതെ ഈഗോടെ അല്ല. കുടുംബ പുരാണം എന്ന ചിത്രം തൊട്ട് തുടങ്ങുന്നതൊരു പുരാണം എന്ന് വാക്ക് നമുക്ക് പറയാനുള്ള ഘനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ സംഗീതത്തിന്റെ ഒക്കെ കഥകളാണ്. സാർ, കേൾക്കാം, ഇരിക്കും. സാർ, അതിന് ശേഷം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത്, അല്ലേ? ഒപ്പം ചെയ്യുന്നത് ONV കുറുപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു പരിപാടിയില്ല. സാറിന് അത്യാവശ്യം ലിറിസിസ്റ്റ് ആയിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന്? അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ജോൺസനും ദേവരാജ് മാഷ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ്. കാര്യം ആ വരികൾക്കനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ മിടുക്കനാണ്. അപ്പം ONV സാറായതുകൊണ്ട് ഞാനും ജോൺസണും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ONV സാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് 2 എണ്ണം. അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഈ തീയൊരുക്കിന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി. അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടി കൊടുക്കുന്ന അതിൽ നിന്നാണ്. അപ്പോൾ ONV സാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു. അതായത് മാമുക്കോയക്കയുടെ കടയുടെ നേരെ രണ്ടാമത്തെ നിലയിലുള്ള. അപ്പോൾ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ എന്നെ തമാശയ്ക്ക് മാഷേന്നൊക്കെ വിളിക്കും, മാഷേ ഇതൊരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ്, നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ. അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല. പക്ഷേ ONV സാറിനോട് എങ്ങനെയാണ് പാട്ട് മാറ്റി എഴുതി തരാൻ പറയാൻ, അതൊരു വലിയ വിഷമമാണ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ONV സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പറഞ്ഞ തലേദിവസം സാറിനോട് പറഞ്ഞു, ആ പാട്ട് ജോൺസൺ മ്യൂസിക് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ജോൺസന്റെ കുറ്റം, സാറിൻ്റെ അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൂടെ വന്നിരിക്കാം, ഞാൻ അത് ഏത് റിതത്തിലാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, അപ്പോൾ അത് കൂടുതൽ അപാടാവും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറേ കൂടി സിമ്പിളായിട്ടുള്ള കാര്യം, സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ്, വളരെ പച്ച മലയാളത്തിലുള്ള വേർഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ്. ഈ പൊന്നരി വാളമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ, അതുപോലത്തെ ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ONV ഒന്ന് കോളിംബിൽ അടിക്കണം. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. തലേദിവസം വൈകുന്നേരമാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ് ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇത് പറ്റുമെന്ന് നോക്കൂ, ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരിക, അവർ കടലാസ് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു.
ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം എന്നുള്ള പാട്ട്. കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം അങ്ങനെ പാടാലോ. അതെ. അത് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് ഞാനും ജോൺസണും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി. ഞാൻ ആ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ. ഞാൻ ജോൺസന്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു ഇത് മതി കേട്ടോ ട്യൂൺ. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. ജോൺസൺ മാഷിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ചില ഇപ്പം ആദ്യം പറഞ്ഞു സത്യൻ സാർ, ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ അത് തുടക്കം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഥ അങ്ങ് പോവുകയാണ് എന്ന് പറയുകയുണ്ടായല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ജോൺസൺ മാഷാണ്. പല സിനിമയുടെ പേരെഴുതുമ്പം വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, കല്യാണ മന്ത്രത്തിലായിക്കോട്ടെ, തൂവൽ കൊട്ടാരത്തിലാണ്ട് വിണ്ണിൻ മാനേജർ, എല്ലാ പാട്ടുകളും സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകള് വീട്ടുകാര്യങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. വീണ്ടും ചില വീട്ടുകാരുടെ നാടകം ആ നാട്ടുകാർ ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പോഴൊക്കെ വോയിസ് ഓവറാണ്. ഏതെങ്കിലും ഒരാൾ നിന്നങ്ങ് പറയാണ്. അതിന് പകരം ഒരു 4-4.5 മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഒരു ആള് അത് റൈറ്ററും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ തൂവൽക്കൊട്ടാരത്തിനൊക്കെ ലോഹിദാസ് ആണല്ലോ എഴുതിയത്. ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസണുള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക്. ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും. ആ സോങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റാവും. ഇത് എങ്ങനെയുള്ള സിനിമയാണ്, നാട് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ്, ഒരു മ്യൂസിക്കിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസനെ വിളിച്ചാൽ മതി. ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി. പലപ്പോഴും കമ്പോസിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ജോൺസൺ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ അപാര ഹ്യൂമർ സെൻസ് ആണ് ജോൺസന്. നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിനോട് ചെയിനായിട്ടുള്ള കോമഡികൾ, ചില അനുഭവങ്ങൾ പുള്ളി പറയും. ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിന്റെ അംഗമാണ്. ഞാനൊരു ഇന്റർവ്യൂലോ വായനയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം എനിക്കൊന്ന് മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്ന് പലർക്കും അത് അറിയില്ലല്ലോ. റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. തലേദിവസം ചെയ്യേയില്ല, തലേദിവസം ശരിയാവില്ലടോ എന്ന് പറയും. ഞാൻ പറയും ഇല്ല അത് അവിടെ ഇരുന്ന് വേറെ കൂടെ ഇരുന്ന് ചെയ്താലേ എനിക്ക് വരുള്ളൂ എന്ന് പറയും. അവിടെ വിളിച്ച് തന്നെ എഴുതിയിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത്, ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ, പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും, പാട്ടിൻ്റെ ഓപ്പനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓപ്പനിങ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറെ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറെ തലകളായിരിക്കും, മൊട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, മതി എന്ന് പറഞ്ഞു. അത് ഇപ്പം നമുക്ക് അതിൻ്റെ റിതം തുടക്കത്തിൽ കേൾക്കുമ്പോൾ ആ തബലയെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മൊട്ടത്തലേക്ക് വളരെ സിങ്കാണ്. അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോ കുറെ മഞ്ഞളൊരു തലേക്കൂടെ ഒഴുകി വന്നിട്ടാണ്. അതിൽ വരേണ്ട വിഷ്വൽസ് എന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് പുള്ളിക്ക് അറിയാം. ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാഷ് സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകൾ, നമ്മള് സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്തിട്ട് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലുള്ളൊരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്. അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്.